അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ ഓരോരുത്തരും ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കൊണ്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് നമ്മുടെ കയ്യെത്താൻ ദൂരത്തുണ്ട്. പക്ഷെ പോലും നമുക്കത് കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് അതങ്ങോട്ട് സാധിച്ചു കിട്ടുന്നില്ല. അതിനെന്തോ ഒരു തടസ്സം വന്നു നിൽക്കുകയാണ്. നമ്മുടെ ഏത് ആവശ്യമായിക്കോട്ടെ, എത്ര വലിയ വലിയ ആഗ്രഹങ്ങൾ ആയിക്കോട്ടെ, ഹലാലായിട്ടുള്ളത് ആണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ഇസ്മി ചൊല്ലിയാൽ ഇൻഷാ അള്ളാ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ സാധിച്ചു കിട്ടാണ്ട എന്ത് സംഭവമായിക്കോട്ടെ അത് ഹലാലായിട്ടുള്ളത് ആണ് എങ്കിൽ നിങ്ങൾ ഈ ഇസ്മി ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഇത് നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണ്. കുറച്ച് സമയത്തിന്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പം സമയം കൂടുതൽ എടുത്താലും നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തും സാധിച്ചു കിട്ടാൻ പറ്റൂ. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ കരഞ്ഞുകൊണ്ട് ചോദിക്കണം, എൻ്റെ ഇന്ന ആഗ്രഹം, ഇന്ന ആവശ്യങ്ങൾ എനിക്ക് നീ നടത്തി തരണമേ എന്ന്. കുറച്ച് സമയമെടുക്കും എങ്കിൽ പോലും നമ്മൾ നമ്മുടെ ദുആ ഉപേക്ഷിക്കരുത്. അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കണം. ഒരു പ്രാവശ്യം അള്ളാഹു നമ്മളിലേക്ക് കണ്ണു തുറക്കും. പിന്നീട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്കത് ലഭിക്കും. നമ്മൾ വിചാരിക്കും, എനിക്കിത് നടന്നു, ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല എന്ന് നമ്മൾ തന്നെ വിചാരിക്കും. കാരണം നമ്മൾ അള്ളാഹുവിനോട് അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് ദുആ ചെയ്തിട്ടുള്ളത്. എങ്കിൽ മാത്രം നമ്മുടെ ഹലാലായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അത് മാത്രം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. നമ്മുടെ ആഗ്രഹം അള്ളാഹു എത്രയും പെട്ടെന്ന് നടത്തി തരുമാറാകട്ടെ. ആമീൻ. പിന്നീട് ഒരു കാര്യം പറയാണ്, ഫർള് നമസ്കാരങ്ങൾ ഒന്നും ഒഴിവാക്കാതെ ഇരിക്കുക. കഴിയുന്നവരാണെങ്കിൽ സുന്നത്തും നമസ്കരിക്കുക. 5 വഖത്ത് ഫർള് നമസ്കാരവും മുടങ്ങാതെ നമസ്കരിക്കുക. കള ആക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് സാഹചര്യമാണ് എങ്കിൽ മാത്രം കള ആയി നമസ്കരിക്കുക. ഞാൻ ഈ പറയുന്ന ഈ ഇസ്മ 1000 പ്രാവശ്യമാണ് ചെല്ലേണ്ടത്. 1000 പ്രാവശ്യം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സമയം മതി. യാ അർഹമ റാഹിമീൻ, യാ അർഹമ റാഹിമീൻ എന്ന ഈ ഇസ്മ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം, നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള നമസ്കാരം എന്ന് വെച്ചാൽ ആരും നിങ്ങളെ ശല്യം ചെയ്യാനില്ലാതെ സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഏത് സമയമാണോ ആ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാൻ ചെയ്തിരുന്നത് സുബഹി നമസ്കാരത്തിന് ശേഷമാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ ആരും മക്കളെ ഒന്നും ശല്യം ചെയ്യാതെ, മറ്റാരോടും സംസാരിക്കാതെ, ഫോണൊന്നും ഉപയോഗിക്കാതെ 1000 പ്രാവശ്യം സമാധാനത്തോടു കൂടി പെട്ടെന്ന് ഓതി തീർക്കുക. യാ റഹ്മാൻ റഹീം, യാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ട് ഓതി തീർക്കുകയല്ല വേണ്ടത്. 1000 പ്രാവശ്യം മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് 1000 പ്രാവശ്യം ഓതി തീർക്കുക. ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം നമസ്കരിച്ച് ആ നിസ്കാരപ്പായിൽ ഇരുന്ന് കൊണ്ട് തന്നെ ഓതുക. അത് കഴിയുന്നിടം വരെ, ഈ 1000 പ്രാവശ്യം കഴിയുന്നിടം വരെ അവിടുന്ന് എണ്ണീക്കാൻ പാടില്ല. ഇത് ഒരുവൻ 1000 പ്രാവശ്യം ഓതുകയാണെങ്കിൽ അള്ളാഹു അവനിലേക്ക് കണ്ണ് തുറക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവനിലേക്ക് തിരിയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് മഹത്വമേറിയ, അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മാണിത്. അതുകൊണ്ട് തന്നെ ആരും ഈ ഇസ്മിനെ കൈവിട്ട് കളയാൻ പാടില്ല. നമ്മുടെ മനസ്സിലുള്ള എന്ത് ഹലാലായിട്ടുള്ള ആഗ്രഹമായിക്കോട്ടെ, ആവശ്യമായിക്കോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നടത്തി തരിക തന്നെ ചെയ്യും. ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ മാത്രം. പിന്നീട് നിങ്ങളെല്ലാവരും ഇത് ചൊല്ലി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റു പറയുക. ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അതെല്ലാം ഏറ്റു പറയുക. പറഞ്ഞിട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക, പാപമോചനത്തിന് വേണ്ടി ചോദിക്കുക. എന്നിട്ട് ഇത് ചെല്ലാനിരിക്കുക. കാരണം നമ്മൾ ചെയ്തു പോയിട്ടുള്ള കുറേ തെറ്റുകൾ കാണുമില്ലേ, അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകൾ, അതെല്ലാം അള്ളാഹു പുറത്തു തരണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്തത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുകയില്ല. അങ്ങനെ ചോദിച്ചതിന് ശേഷം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ളത് ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സാധിച്ചു തരിക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.